അതെ, സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞാണ് എന്നാൽ ഉറപ്പായി നടുവേദനയായിരിക്കും. പ്രസവശേഷം ഉണ്ടാവുന്ന നടുവേദന ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള നടുവേദനയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കിയാലോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രഗ്നന്റ് ആയവർക്കും ഷെയർ ചെയ്യും. ആദ്യം നമ്മൾക്ക് സിസേറിയൻ സെക്ഷൻ പറ്റിയുള്ള കാര്യം നോക്കാം. ഈ സിസേറിയൻ സെക്ഷന് കൊടുക്കുന്ന സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഒരു നേർത്ത സൂചി കൊണ്ട് രണ്ട് നട്ടലിന്റെ ഇടയിൽ കൂടിയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് നട്ടലിനോ ഡിസ്കിനോ ഒരു ഡാമേജും വരുത്തുന്നില്ല. കൂടി പോയാൽ ഇതുപോലെ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നവരിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഒരു മസിൽ സ്പാസം കാണാറുണ്ട്. അത് കൂടി പോയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബുദ്ധിമുട്ട് മാറാറുമുണ്ട്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഈ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർ ഈ നടുവേദന പറയാൻ കാരണം? പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ് ആണ്. ആ സമയത്ത് ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അമ്മയിൽ ഉണ്ടാകുന്നുണ്ട്. കോർ മസിൽസിൽ ഉണ്ടാവുന്ന വീക്ക്നെസ് അത് മസിൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും അതുപോലെ മറ്റൊരു കാര്യമാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസ് വളരെയധികം കൂടുതലായിരിക്കും. ലിഗമെന്റ്സ് എല്ലാം ലൂസ് ആക്കും. ഈ റിലാക്സിൻ ഇഫക്റ്റ് പ്രസവശേഷവും മാസങ്ങളോളം ഉണ്ടാവാറുണ്ട്. ഈ കോർ മസിൽ സ്ട്രെങ്തും അതുപോലെ ലിഗമെന്റും വീക്ക് ആയതുകൊണ്ട് മസിൽ സ്ട്രെയിൻ കൂടാനും ഇതൊരു നടുവേദനയ്ക്ക് ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ ഫീഡിംഗ് പോസ്റ്റർ ബെൻഡ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിനെ എടുക്കുന്ന പോസ്റ്റർ ആയാലും പോസ്റ്റേഴ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രഗ്നൻസി ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളിൽ അവർ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഒരു വലിയൊരു ഘടകമാണ്. കണ്ടിന്യൂസ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രസവശേഷം ഉണ്ടാവുന്ന ഈ ഒരു നടുവേദന തടയാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫീഡിംഗ് പോസ്റ്റർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൃത്യമായി എടുക്കുക. സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മോസ്റ്റ്ലി ഒരു 2 to 3 വീക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് തുടങ്ങാവുന്നതാണ്. കീഗിൾസ് എക്സസൈസ് എസ്പെഷ്യലി അത് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ടോൺ ചെയ്യാനും കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി മൈൽഡ് സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്തു തുടങ്ങാവുന്നതാണ്.